ഹലോ, വെൽക്കം ബാക്ക് ടു സഞ്ജൂസ് വേൾഡ്. അപ്പോൾ ഇന്ന് നമുക്ക് ഒരു ട്രാവലിംഗ് വ്ളോഗ് ആയാലോ. നമുക്ക് ഇന്ന് സിംലാഗുരി ജംഗ്ഷനിൽ നിന്നും ഒന്ന് ട്രെയിനിൽ കയറിയിട്ടൊന്ന് തലസ്ഥാന നഗരി വരെ ഒന്ന് പോയിട്ട് വരാം. വാ, ലെറ്റ്സ് ഗോ. അങ്ങനെ നമ്മൾ ട്രെയിനിൻ്റെ അകത്തേക്ക് എത്തിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ സീറ്റൊക്കെ ഒന്ന് കണ്ടുപിടിച്ച് ഒന്ന് സെറ്റായി. അപ്പോഴേക്ക് ടി ടി വന്നിട്ടുണ്ട്. ടിക്കറ്റൊക്കെ ചെക്ക് ചെയ്തു. സുഖമായിട്ട് അങ്ങനെ കിടന്നുറങ്ങി. പിന്നെ എഴുന്നേറ്റ് നോക്കുമ്പോഴേക്കും നേരം വെളുത്തിട്ടുണ്ടായിരുന്നു. നമ്മുടെ ആസാമിൻ്റെ സൗന്ദര്യം എന്ന് പറയുന്നത് തന്നെ ഈ തേയിലത്തോട്ടങ്ങളല്ലേ. അപ്പോൾ അതും കണ്ടുകൊണ്ടായിരുന്നു ഇന്ന് കണ്ണ് തുറന്നിട്ടുണ്ടായിരുന്നത്. ആസാമിൽ എവിടെയോ എത്തി. അപ്പോൾ എനിക്ക് മനസ്സിലായി എവിടെയാ എന്താണെന്നും നോക്കിയിട്ടില്ലായിരുന്നു ആ ഒരു സമയത്ത്. അങ്ങനെ ഒന്ന് ബ്രഷൊക്കെ ചെയ്തൊന്ന് ഫ്രഷായി വന്ന് കുറച്ച് നേരം കൂടി ഇങ്ങനെ ഒന്ന് ജനലിൻ്റെ അടുത്തേക്ക് ഇരുന്നപ്പോഴേക്കും നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് എത്തിയിട്ടുണ്ട്. ഞാൻ നോൺ വെജാണ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ ബ്രെഡ്, സോസ്, പിന്നെ എന്തായിരുന്നു ബട്ടർ, ഓംപ്ലേറ്റ്, പിന്നെ അതിൻ്റെ കൂടെ കുറച്ച് ക്യാരറ്റ് വേവിച്ചത്, അങ്ങനെയൊക്കെ ആയിരുന്നു കിട്ടിയിട്ടുണ്ടായിരുന്നത്. വെജാണെന്നുണ്ടെങ്കിൽ കട്ട്ലറ്റ് ഉണ്ടാവും, ബ്രെഡ് ഉണ്ടാവും, അതൊക്കെ ആയിരിക്കും കിട്ടുക. അപ്പോഴാണ് ഞാൻ ഈ സംഭവങ്ങളൊക്കെ അറിഞ്ഞത് കേട്ടോ. ഇന്നലെ രാത്രിക്ക് ഇവിടെ വലിയ ബഹളമായിരുന്നു. ഇത്രയും ഈ ഒരു യെല്ലോ ടീഷർട്ട് ഇട്ടിട്ടുള്ള വ്യക്തി ഇന്നലെ രാത്രിയിൽ ഇവിടുന്ന് കള്ള് കുടിച്ച് മൊത്തത്തിൽ പ്രശ്നമാക്കി. ഇങ്ങനെ എന്തൊക്കെയോ ഉണ്ടായേനെ. അപ്പോൾ എൻ്റെ താഴെ കിടന്നിട്ടുണ്ടായിരുന്ന മാർവാടി ഫാമിലി, അവരാണ് എനിക്ക് ആ സ്വീറ്റ് തന്നത്. അപ്പോൾ അവരെനിക്കത് തന്നപ്പോൾ എന്നോട് ആ കഥയൊക്കെ പറഞ്ഞു. രാത്രിയിൽ വലിയ ബഹളം ഉണ്ടായിരുന്നു അത്രേ. ആ ഒരു അങ്കിൾ കള്ളു കുടിച്ച് ചീത്ത പറഞ്ഞു. അപ്പോൾ അവർ ലേഡീസൊക്കെ ഉണ്ട്. അപ്പോൾ അവർക്ക് ഉറങ്ങാൻ പറ്റാത്തത് കൊണ്ട് അവർ കംപ്ലയിൻറ്റ് ചെയ്തു. എന്നിട്ടിപ്പോൾ രാവിലെ പോലീസ് വന്നിട്ട് ആ അങ്കിളിനെ പിടിച്ചുകൊണ്ട് പോയതാണ് നമ്മളിപ്പോൾ കണ്ടത്. പക്ഷേ അയാൾ പിടികൊടുക്കാതെ ഓടി ടോയ്ലറ്റിൻ്റെ ഉള്ളിൽ പോയി കുറേ നേരം ഒളിച്ചു നിന്നു. പിന്നെ എപ്പോഴും അവിടുന്ന് രക്ഷപ്പെട്ടു എന്നൊക്കെ പറയുന്നത് കേട്ടു. പിന്നെ വീണ്ടും നമ്മൾ നല്ല കാഴ്ചകളിലേക്ക് തന്നെയാണ് വീണ്ടും പോകുന്നത്. എന്ത് രസമാണെന്ന് നോക്കൂ കാണാൻ. നല്ല പച്ചപ്പ്. നമ്മൾ കേരളത്തിലാണ് പച്ചപ്പ് എന്നൊക്കെ പറയുമെങ്കിലും എനിക്ക് തോന്നുന്നു ഇവിടെ ഇത്രയധികം പച്ചപ്പ് ഉണ്ടാവുമെന്ന് ഞാൻ വിചാരിച്ചതേയില്ല. മൊത്തത്തിലിങ്ങനെ നെല്ലും അതുപോലെ തന്നെ ചോളമൊക്കെ കൃഷി ചെയ്യായിരുന്നു. ചോളത്തിൻ്റെ ഒരുപാട് പാടങ്ങൾ ഇങ്ങനെ കണ്ടുകൊണ്ടേയിരുന്നു കേട്ടോ. അതുപോലെ തന്നെ ഡ്രൈ ആയിട്ടുള്ള ചോളം വേർതിരിച്ച് വെച്ചിട്ടുള്ളത്, അതൊക്കെയായിരുന്നു കാഴ്ചകൾ. അങ്ങനെ ഈ മനോഹരമായ കാഴ്ചകൾ ഇടയ്ക്കിടയ്ക്ക് ചില ചെറിയ നദികളൊക്കെ കണ്ട് അങ്ങനെ പോകുമ്പോഴേക്കും നമ്മൾ ഉച്ചക്കേക്കുള്ള ഭക്ഷണം കൂടി ഇവിടെ എത്തിയിട്ടുണ്ട്. ഇത് ഞാൻ നോൺ വെജ് തന്നെയാണ് ഓർഡർ ചെയ്തിട്ടുള്ളത്. ഇതിൽ സോയാബീൻ്റെ കറി ഉണ്ടായിരുന്നു, ചിക്കൻ ഉണ്ടായിരുന്നു, ചപ്പാത്തി, റൈസ്, അതുപോലെ തന്നെ ഒരു സ്വീറ്റ് ഉണ്ടായിരുന്നു. അങ്ങനെ നല്ല അടിപൊളിയായിരുന്നു കേട്ടോ ഭക്ഷണം. തൈരുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കഴിച്ച് അങ്ങനെ കുറച്ച് നേരം കൂടി നോക്കിയിരുന്നപ്പോഴേക്കും വൈകുന്നേരത്തേക്കുള്ള ഭക്ഷണം എത്തിയിട്ടുണ്ട്. ബ്രെഡ് ഉണ്ട്, അതുപോലെ തന്നെ എന്തോ ഒരു ഉരുളക്കിഴങ്ങ് ഉള്ളിൽ നിറച്ചിട്ടുള്ള ഒരു സംഭവം. അങ്ങനെ പിന്നെ ടീ ഉണ്ടാക്കാനായിട്ട് ഹോട്ട് വാട്ടറും പൊടികളും അതൊക്കെ കിട്ടി. അങ്ങനെ അതൊക്കെ കിടന്നപ്പോഴേ ഞാൻ ആദ്യം ഇതൊക്കെ കാണുമ്പോൾ ഞാൻ വിചാരിച്ചു ഇതെന്താ ഇവിടെ താമരയാണോ കൃഷി ചെയ്യുന്നത് എന്നൊക്കെ വിചാരിച്ചു. പക്ഷേ അതൊന്നും അല്ല കേട്ടോ. സംഭവം വേറെ എന്തോ ആണ് കൃഷി. ചിലതൊന്നും എനിക്ക് മനസ്സിലായില്ല. അങ്ങനെ നേരെ ഇരുട്ടാവാൻ തുടങ്ങിയിട്ടുണ്ട്. നമ്മുടെ കാഴ്ചകളൊക്കെ കുറേശ്ശെയായിട്ട് ഇങ്ങനെ മങ്ങി വരികയാണ്. അപ്പോൾ എന്നെ താഴത്തെ ആൻറ്റി ഇങ്ങനെ കളിയാക്കിക്കൊണ്ടേയിരുന്നു. രാത്രിയിൽ ഇത്ര വലിയ ബഹളം ഉണ്ടായിട്ടും ഒന്നും അറിഞ്ഞില്ല, ഇനി ഇങ്ങനെ കിടന്നുറങ്ങരുത് എന്നൊക്കെ പറഞ്ഞു എന്നോട്. അങ്ങനെ കുറച്ച് നമ്മൾ വർത്താനമൊക്കെ പറഞ്ഞിരുന്നപ്പോഴേക്കും രാത്രിയിലേക്കുള്ള ഭക്ഷണം കൂടി എത്തിയിട്ടുണ്ട്. ഇതും ചിക്കൻ, പരിപ്പ്, അതുപോലെ തന്നെ ഒരു സബ്ജി ഉണ്ടായിരുന്നു, തോരൻ, പിന്നെന്താ ചപ്പാത്തി, പിന്നെ നമുക്ക് കുറച്ച് നേരം കഴിഞ്ഞപ്പോഴേക്കും ഒരു ഐസ്ക്രീം കൂടി കിട്ടി. ഞാൻ ഇതെന്താ സ്വീറ്റൊന്നും ഇല്ലാത്തേന്ന് ഇങ്ങനെ വിചാരിച്ചിരിക്കുകയായിരുന്നു.